സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ മുഹമ്മദ് ഇർഫാൻ സ്ഥിരം കുറ്റവാളിയാണെന്ന് പോലീസ്. പ്രതിക്ക് പ്രാദേശിക സഹായം ലഭിച്ചോ എന്ന് പരിശോധിക്കും. നഷ്ടപ്പെട്ട മുഴുവൻ ആഭരണങ്ങളും വീണ്ടെടുത്തുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. സംവിധായകൻ ജോഷിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിൽ മോഷണം നടന്നത് ഞായറാഴ്ച പുലർച്ചെ. നഷ്ടമായത് 1,20 ലക്ഷം രൂപ മൂല്യം വരുന്ന ആഭരണങ്ങൾ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പ്രതിയുടെ കാർ കർണാടകയിലേക്ക് കടന്നതായി കണ്ടെത്തിയതോടെ കർണാടക പോലീസിന് വിവരം കൈമാറി. കർണാടക പോലീസിന്റെ സഹായത്തോടെ പ്രതി മുഹമ്മദ് ഇർഫാൻ ഉടുപ്പിയിൽ പിടിയിലായി. പ്രതിയെ പോലീസ് സംഘം സാഹസികമായി പിടികൂടിയത് മുംബൈയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ. 6 സംസ്ഥാനങ്ങളിലായി 19 മോഷണക്കേസിലെ പ്രതിയാണ് ഇർഫാൻ. മോഷണം പോയ മുഴുവൻ ആഭരണങ്ങളും കണ്ടെത്താനായത് വലിയ നേട്ടമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ. ശ്രീ ജോഷിയുടെ വീട്ടിൽ ഒരു കളവ് നടന്നിരുന്നു. ഏകദേശം 1,20 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളുമാണ് മോഷണം പോയത്. ആ മോഷ്ടാവിനെ 15 മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. അത് കൊച്ചി സിറ്റി പോലീസിന്റെ ഒരു നേട്ടമാണ്. ബീഹാറിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ഭാര്യയുടെ ഔദ്യോഗിക വാഹനത്തിലാണ് ഇർഫാൻ കൊച്ചിയിലെത്തിയത്. 2021 തിരുവനന്തപുരം ഭീമ ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ നടന്ന മോഷണക്കേസിലെ പ്രതിയാണ് ഇർഫാൻ. പനമ്പള്ളി നഗറിലെ 3 വീടുകളിൽ നടത്തിയ മോഷണശ്രമം പരാജയപ്പെട്ടതോടെയാണ് ജോഷിയുടെ വീട്ടിലെത്തിയത്. പരാതി ലഭിച്ച് 15 മണിക്കൂറിനകം പ്രതിയെ പിടികൂടാനായത് കേരള പോലീസിന് നേട്ടമായി. പ്രതിയെ എറണാകുളം ACJM കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വീഡിയോ ജേർണലിസ്റ്റ് വിജീഷ് CPക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.